നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്ത് IT കമ്പനി ജീവനക്കാരൻ. ആയവന സ്വദേശി ഷോൺ ജോഷിയാണ് ഒരേക്കർ സ്ഥലത്ത് തൻ്റെ ജോലിക്കിടയിലും കൃഷിയെ സ്നേഹിച്ച് 100 മേനി വിളവെടുത്തത്. ഷോണിൻ്റെ തണ്ണിമത്തൻ വാങ്ങുവാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എത്തുന്നത്. ആയവന സ്വദേശിയായ ഷോൺ ജോഷിയാണ് തന്റെ ജോലിക്കിടയിലും കൃഷിയെ സ്നേഹിച്ച് 100 മേനി വിളവെടുത്തിരിക്കുന്നത്. കൃഷിയിൽ നിന്നും അന്യം നിന്നു പോകുന്ന യുവതലമുറയ്ക്ക് ആവേശം പകരാനും ആകർഷണമുണ്ടാക്കാനുമാണ് ഇത്തരത്തിലുള്ള കൃഷിക്ക് ഷോൺ മുന്നിട്ടിറങ്ങിയത്. തരിശായി കിടന്ന ഒരേക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയിറക്കിയാണ് ഷോൺ തന്റെ വിജയഗാഥ കൊയ്തിരിക്കുന്നത്. കിരൺ വിഭാഗത്തിലുള്ള തണ്ണിമത്തനാണ് കൃഷി ചെയ്ത് വിളവെടുത്തത്. പൊള്ളാച്ചിയിൽ നിന്നും കൊണ്ടുവന്ന തണ്ണിമത്തൻ വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. രാവിലെയും വൈകുന്നേരവും തന്റെ ജോലി സമയത്തിനു ശേഷം കൃഷിയിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്താണ് ഇത്തരത്തിലുള്ള വിളവ് ലഭിച്ചത്. മാനസികോല്ലാസത്തിനൊപ്പം മറ്റുള്ളവരെ കൂടി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് കൃഷി ഇറക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ഷോൺ പറയുന്നു. കാരണം ഒരു ആഗ്രഹം എന്നാണ്. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് കോതമംഗലത്ത് ഇങ്ങനെ ഒരു കൃഷി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അത് കണ്ടാണ് നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആഗ്രഹം നമ്മുടെ നാട്ടിലെ മെമ്പറും സുഹൃത്തുമായ ജെയിംസിനോട് നമ്മൾ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി ഓഫീസറിനോട് പറഞ്ഞു. വളരെ ആകാംക്ഷയോടുകൂടി അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാനിത് ഇങ്ങനൊരു കൃഷി ഇവിടെ ചെയ്തത്. എന്നെപ്പോലെയുള്ള ഒരു ആൾക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഒരു വലിയ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒട്ടനവധി ചെറുപ്പക്കാർക്ക് ഈ കൃഷിയിലേക്ക് ഈ തലമുറയിൽ തന്നെയുള്ള ചെറുപ്പക്കാർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചെയ്യുന്ന തണ്ണിമത്തൻ കൃഷി. ഭൂരിഭാഗം തണ്ണിമത്തൻ ഞാൻ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടുകാർ തീർച്ചയായിട്ടും സഹകരിക്കും. ആൾക്കാർ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ നമ്മുടെ നാട്ടിലുണ്ടായത് അവർ നല്ല രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാക്കിയുള്ളതാണ് ഞാനിപ്പോൾ കടകളിൽ മറ്റും ചോദിച്ചിട്ടുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും വന്ന് മേടിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അമിത വിഷം കലർത്തിയ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിലും ഭേദം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ കൃഷിയിറക്കി ഉണ്ടാക്കുന്ന പഴവർഗ്ഗങ്ങൾ ധൈര്യമായി ഭക്ഷിക്കാമെന്ന സന്ദേശവും ഷോൺ നമുക്ക് നൽകുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കൃഷി ഇപ്പോൾ വിളവെടുത്തു തുടങ്ങിയിരിക്കുന്നു. ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്ത കൃഷിയാണ് വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ളത്. അതിനാൽ തന്നെ നാട്ടിൽ വലിയ പ്രോത്സാഹനമാണ് ഷോണിന്റെ സുഹൃത്തുക്കളും നൽകുന്നത്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഷോൺ ജോഷി ഇനി നാടിന് തന്നെ അഭിമാനകരമായ രീതിയിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് ജോലികളിലേക്കുമായി കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു IT കമ്പനി ജീവനക്കാരനായ ഷോൺ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മാതൃകാപരമാകുന്ന രീതിയിൽ വ്യത്യസ്തമായ ഒരു കൃഷി. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തണ്ണിമത്തൻ കൃഷി എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ പുതിയ കൃഷി ഷോണ അവതരിപ്പിച്ചതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. ഷോണിന്റെ ജൈവ രീതിയിൽ ചെയ്ത് വിളവെടുത്ത തണ്ണിമത്തൻ വാങ്ങുവാൻ ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത്. കിലോയ്ക്ക് 35 രൂപ നിരക്കിലാണ് വിൽപ്പന. തണ്ണിമത്തൻ കൃഷി വിളവെടുത്തതിനു ശേഷം ഷമാം കൃഷി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഷോൺ. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.